ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ പാസ്റ്റർ റോബിൻ സേവ്യർ. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് ഒഡീസയിൽ ജയ്പൂർ എന്ന സ്ഥലത്താണ്. ഇവിടെ പാസ്റ്റേഴ്സ് മീറ്റിംഗിന് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഞാനൊരു പാസ്റ്ററെ കണ്ടു. അദ്ദേഹത്തിന്റെ സാക്ഷ്യം എന്നെ സ്പർശിപ്പാനിടയായി തീർന്നു. ഞാൻ വിചാരിച്ചു ഈ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവെക്കാമെന്ന്. പ്രിയമുള്ളവരെ, പ്രാരംഭമായി ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഏത് കുടുംബത്തിലാണോ ജനിക്കുന്നത്, ആ കുടുംബത്തിൽ ഏത് മതമാണോ ഉള്ളത്, ആ മതത്തിന്റെ വക്താക്കളാണ് പിന്നീട് നമ്മളൊരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിക്കുന്നതെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയാണ്. ഹിന്ദു കുടുംബത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ഹിന്ദുവാണ്. മുസ്ലിം കുടുംബത്തിലാണ് ജനിക്കുന്നതെങ്കിൽ അദ്ദേഹം മുസ്ലിമാണ്. എന്ന് പറഞ്ഞാൽ ഏത് മതത്തിലായി തീരണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് അല്ല. നമ്മൾ ഏത് കുടുംബത്തിൽ ജനിക്കുന്നുവോ അവിടെ ഏത് മതമുണ്ടോ ആ മതത്തിന്റെ വക്താക്കളായിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു മതവും ദൈവം സൃഷ്ടിച്ചതല്ല. മതം മനുഷ്യന്റെ കണ്ടെത്തലാണ്. എന്നാൽ മതത്തിനപ്പുറത്ത് ഒരു ജീവിക്കുന്ന ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, പണ്ട് തൊട്ടേ അനേക ദൈവങ്ങളെ വിശ്വസിക്കുന്ന അനേക ആൾക്കാരെ അനേക രാജ്യങ്ങളെ കാണാൻ കഴിയും. ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും ഓരോരോ ദൈവങ്ങളെ ആരാധിക്കുകയും അതിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളാണ് ഇവിടെയുള്ളത്. ബൈബിളിലും ബഹുദൈവ വിശ്വാസികളെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. എല്ലായിടത്തും പലരെയും ആരാധിക്കുന്ന, പലതിൽ വിശ്വസിക്കുന്ന ജനത്തെ നമുക്ക് കാണാൻ കഴിയും. പലരും മതത്തിന്റെ വക്താക്കളാണ്. അതിനുവേണ്ടി കൊല്ലുവാനും അതിനുവേണ്ടി അതേ എന്ത് ചെയ്യുവാനും തയ്യാറുള്ള ഒരു കൂട്ടം ജനത്തെ നമുക്ക് ഇന്ന് കാണാൻ കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു സത്യതയുമുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്ത് ചെയ്യും, ഈ ചോദ്യത്തിനൊരു മറുപടി കിട്ടേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ആരാണോ ഹൃദയം കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നത് അവർ കണ്ടെത്തുമെന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടെത്തിയ ദൈവവും ഞങ്ങൾ കണ്ടെത്തിയ ദൈവം തമ്മിൽ വ്യത്യാസം കാണും. എന്നാൽ ചോദ്യം ഇതാണ്, എന്തനുഭവമാണ് ആ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചത്? അവിടെ നിന്നാണ് സത്യദൈവത്തിന്റെ പിന്നാലെ പോകുവാൻ ഇടയായിത്തീരുന്നത്. ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു, പക്ഷെ എനിക്ക് കർത്താവിനെ അറിയുമായിരുന്നില്ല. ദൈവമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നില്ല. എന്നാൽ എപ്പോഴാണോ എന്റെ കണ്ണ് തുറന്നത്, അപ്പോഴാണ് യേശുവുമായിട്ടൊരു ബന്ധമുണ്ടാകുകയും ആ യേശു എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന തിരിച്ചറിവുണ്ടാകുകയും അങ്ങനെ ഞാൻ യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത്, ആ യേശുവിന്റെ സാക്ഷിയായി തീർന്നത്. ഇവിടെ എന്റെ കൂടെ ഒരു പാസ്റ്ററുണ്ട്. തന്റെ പേര് മംഗളു തണ്ടി എന്നാണ്. താനൊരു പൂജാരിയായിരുന്നു. താനെങ്ങനെയാണ് യേശുവിനെ കണ്ടത്, തന്റെ ജീവിതത്തിൽ എന്താണ് മാറ്റം വന്നത്, ഇത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ അതിനുവേണ്ടിയാണ് താൻ ആയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടെ ഈ സാക്ഷ്യമെന്ന് കേട്ടു നോക്കാം. आपकी गवाही कल मैंने सुना, मुझे अच्छा लगा, तो मैं सोचा मेरे लोगों के साथ आपकी गवाही को बताएं, इसलिए मैं आपको यहाँ पर इस प्लेटफॉर्म में लेके आया. हम आपकी आवाज से सुनना चाहता है परमेश्वर ने आपके जीवन में क्या किया है, क्या है आपके अनुभव. आमीन. सबसे पहले मैं प्रभु को धन्यवाद देता हूँ कि आज इतनी बड़ी गवाही को सुनाने के लिए मुझे मदद किया, अवसर दिया. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, ഇത്ര വലിയൊരു സാക്ഷ്യം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി. क्योंकि उस दिन अगर प्रभु यीशु मसीह नहीं होते तो आज शायद मैं दुनिया में नहीं होता. യേശു എന്റെ ജീവിതത്തിൽ വന്നിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ ഈ ഭൂമിയിൽ ഇന്ന് കാണുമായിരുന്നില്ല. और अगर मैं नहीं होता तो मेरे परिवार भी नहीं होते. ഞാനില്ലായിരുന്നുവെങ്കിൽ എന്റെ കുടുംബവും ഉണ്ടാകുമായിരുന്നില്ല. और साक्ष्य यही है, എന്റെ സാക്ഷ്യം ഇതാണ്. मैं उड़ीसा का कलाहंडी जिला का ഞാൻ ഒഡീസയിൽ കളഹണ്ടി ജില്ലയിലെ ഭവാനിപട്ടണം എന്ന സ്ഥലത്തു നിന്നാണ് रहने वाला हूँ. അവിടെ താമസിക്കുന്ന വ്യക്തിയാണ്. मेरे 4 बहन है എനിക്ക് 4 സഹോദരിമാരുണ്ട്. और मैं एक ही भाई हूँ. ഞാൻ ഒറ്റ സഹോദരനാണുള്ളത്. माँ पापा की एक ही बेटा हूँ मैं. ഞാൻ എന്റെ മാതാപിതാക്കന്മാർക്ക് ഒരേ ഒരു മകനാണ്. 4 സഹോദരിമാര്. सन 2017 में 2003 में 2003 जो घटना घटी, ഒരു സംഭവം कि उसी घटना को लेके എന്റെ ജീവിതം സംഭവിച്ചു. ആ സംഭവമായിട്ട് मेरे परिवार भी चिंतित थे. എന്റെ ലൈഫ് സംഭവിച്ച ഒരു സംഭവം, അതുകൊണ്ട് എന്റെ കുടുംബം വലിയ കഷ്ടത്തിലായിരുന്നു. मैं भी बहुत चिंतित था. ഞാനും ഒത്തിരി വിഷമത്തിലായിരുന്നു. कि क्या होने वाला है, कब क्या हो सकता है, हमें मालूम नहीं है. എങ്ങനെ സംഭവിക്കും എന്നൊന്നും അറിയാത്ത ഒരു സമയമായിരുന്നത്. और उसी समय ആ സമയത്ത് मैं एक हमारे गांव के नजदीक में 30 किलोमीटर दूरी एक स्कूल में ट्यूशन सेंटर में जाके पढ़ाता था. പഠിത്തതോ പഠിത്തതോ 30 എന്റെ ഗ്രാമത്തിൽ 30 കിലോമീറ്റർ ദൂരത്തിൽ പോയിട്ട് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു. ഒരു ട്യൂഷൻ സെന്റർ പഠിപ്പിക്കുമായിരുന്നു. और उसी समय मैं बीमार में पड़ गया. ആ സമയത്ത് ഞാൻ ഒരു വലിയ രോഗിയായി തീർന്നു. और उसी समय मैं आके परिवार को मिला और परिवार मुझे लेके अस्पताल गए.
എന്റെ കുടുംബം എന്നെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി, इलाज भी किए എല്ലാ ചെക്കപ്പും ചെയ്തു. और उसी समय ആ സമയത്ത് തന്നെ मंदिर को लेके गए, എന്നെ മന്ദിരത്തിലേക്ക് കൊണ്ടുപോയി. क्योंकि हम पुजारी फैमिली से बिलोंग करते हैं। ഞങ്ങളൊരു പൂജാരി കുടുംബത്തിലാണ് ഞാനായിരുന്നു ജനിച്ചത്. और जब मेरी बड़ी माँ के ऊपर എന്റെ വല്യമ്മയുടെ മുമ്പിൽ देवी की आत्मा आके ദേവിയുടെ ആത്മാവ് വരുമായിരുന്നു. आके बोली, ആ സമയത്ത് ഈ ദേവിയുടെ ആത്മാവ് തന്നിൽ കൂടെ പറയാൻ തുടങ്ങി, तुम्हारे बेटे को നിന്റെ മകനെ कुछ लोग जादू टोना कर दिए हैं, ആ മന്ത്രവാദം ചെയ്തിരിക്കുന്ന നിന്റെ മകന്റെ മേൽ उसके എന്ന് लिए പറഞ്ഞിടേ. आपका बेटा को बीमार हो गया। അതുകൊണ്ടാണ് ഈ രോഗം തനിക്കുണ്ടായതെന്ന് അതേ ആ വെല്ലുമേൽ കൊണ്ട് ദേവി आपके പറയാനിടയായി. बेटा को ठीक होने के लिए ആ മകനെ സൗഖ്യം വരാൻ വേണ്ടി 7 सोमवार आना पड़ेगा मंदिर को। 7 തിങ്കളാഴ്ച മന്ദിരത്തിൽ വരണമെന്ന് പറയാനിടയായി. हम 7 सोमवार पूजा करने के लिए गए ഞങ്ങൾ അങ്ങനെ 7 ആഴ്ചയിൽ മന്ദിരത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി और കടന്നുപോയി. पूजा भी किए। എല്ലാ പൂജകളും ചെയ്തു. और 7 सोमवार जब खत्म हो गया, 7 തിങ്കളാഴ്ച കഴിഞ്ഞപ്പോ तब उसी दिन അന്നത്തെ ദിവസം मेरे जीवन में എന്റെ ജീവിതത്തിൽ एक अद्भुत अनुभव को मैं देखा। ഒരു വലിയ അത്ഭുതം എന്റെ ലൈഫിലുണ്ടായി. मैं ऑटोमेटिक बात करने लगा, ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. देवी की आत्मा मेरे द्वारा बात करने लगी। വെല്ലിമയുടെ ഉണ്ടായിരുന്ന ഈ ഒരു ദേവിയുടെ ആത്മാവ് എന്നിലേക്ക് വന്നിട്ട് എന്നിൽ കൂടെ ഈ ദേവിയുടെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങി. बहुत सारे गांव के लोग थे मंदिर ഒത്തിരി में, ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാർ ആ सब മന്ദിരത്തിലുണ്ടായിരുന്നു. लोग देखते थे എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. और सुनते थे। അവരെല്ലാം കേൾക്കുകയായിരുന്നു. मैं जोर जोर से चिल्ला के ഞാൻ ഒത്തിരി ഉച്ചത്തിൽ बोलता था, സംസാരിക്കുകയായിരുന്നു. तो देवी की आत्मा के द्वारा ആ ദേവിയുടെ ആത്മാവ് കൊണ്ട് ഞാൻ देवी സംസാരിക്കുകയായിരുന്നു. बोलती थी, ആ ദേവി പറഞ്ഞിരുന്നു, इस इलाकों में ഈ ഏരിയയിൽ मैं एक युवा को ഒരു യുവാവിനെ ढूंढता था ഞാൻ അന്വേഷിക്കുകയായിരുന്നു. जो मेरे पुजारी बनेगा। എന്റെ പൂജാരിയാകുവാൻ വേണ്ടി ഞാൻ യുവാവിനെ അന്വേഷിച്ചു വരുന്നു. ഇന്ന് ഞാൻ एक युवा को मुझे मिला ഈ യുവാവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. और इसके द्वारा ഇവനിൽ കൂടെ मैं बहुत सारे अद्भुत काम मैं करूंगा। ഇവനിൽ കൂടെ ഞാൻ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഈ ദേവിയുടെ ആത്മാവ് തന്നിൽ കൂടെ വിളിച്ചു പറയാനിടയായി. ये बात को सुनते हुए ഈ വാക്കുകൾ കേട്ടിട്ട് मेरे परिवार और जितने भक्त लोग थे सब खुशी हो गए ഇത് കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം അവരുടെ കുടുംബമെല്ലാം വളരെ സന്തോഷിക്കാനിടയായി. कि पुजारी तो अभी डोकरी हो गई, बुढ़ी हो गई, അതുവരെ എന്റെ വല്യമ്മയായിരുന്നു അവിടുത്തെ പൂജാരി. ये युवा है। तो एक सवाल, उस समय पर लेडीज को भी पुजारी बना था? लेडीज पुजारी, लेडीज पुजारी था. लेडीज भी थे, जेंट्स भी थे। ഉസി സമയത്തൊക്കെ എനിക്ക് വലിയമ്മ ആയിരുന്നു അവിടുത്തെ പൂജാരി. ഇപ്പോൾ പറയുന്നു ആ പ്രായമായി ഇപ്പോൾ ഇതാ മറ്റൊരു ചെറുപ്പക്കാരനെ അവിടുത്തെ പൂജാരിയായി ദേവി തന്നെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ സന്തോഷിക്കാനിടയായി. आसपास के लोग भी ये बात सुने, അടുത്തുള്ള ആൾക്കാരെല്ലാം അത് കേട്ടു. तरह तरह के बाजा लेके आए അവര് ഒത്തിരി വാദ്യോപകരണങ്ങളൊക്കെ ആയിട്ട് വന്നു. और देवी आत्मा को खुशी किए ആ ദേവിയുടെ ആത്മാവിനെ അവർ സന്തോഷിപ്പിച്ചു. और वो प्रसन्न होके खुशी होके देवी आत्मा मेरे अंदर आ गई। അങ്ങനെ ആ ദേവിയുടെ ആത്മാവ് എന്റെ മേൽ വന്നു. तब हर हफ्ता എല്ലാ ആഴ്ചകളിലും सोमवार और शुक्रवार को തിങ്കളാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും पूजा चालू हुआ। അങ്ങനെ അവിടെ പൂജ ആരംഭിക്കാൻ തുടങ്ങി. पूजा धूमधाम से हो गया। പൂജ നന്നായിട്ട് പോകുന്നു. बहुत सारे लोग बहुत दूर दूर से आते थे, ഒത്തിരി ദൂരത്തു നിന്ന് പോലും ആൾക്കാർ ഈ പൂജയ്ക്ക് വേണ്ടി ഇവിടെ വന്നിരുന്നു. पूजा करने लगे। അങ്ങനെ ഞാൻ പൂജ ചെയ്തുകൊണ്ടിരുന്നു. देवी मुझे बार बार दर्शन देके ദേവി എനിക്ക് പലപ്പോഴും സ്വപ്നങ്ങൾ തരുമായിരുന്നു. वो बोली അത് പറഞ്ഞു, कि मैं तेरे द्वारा बड़ा बड़ा काम करूंगा, ഞാൻ നിന്നിൽ കൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന്. जैसे कि सब लोग तेरे पास आएंगे, അങ്ങനെ ഒത്തിരി ആൾക്കാർ നിന്റെ അടുക്കൽ കടന്നു വരുമെന്ന് ദേവി സംസാരിച്ചു. मेरी शक्ति को मैं दिखाऊंगा। ഞാൻ എന്റെ ശക്തിയെ നിന്നിൽ കൂടെ കാണിക്കുമെന്ന് जब ये ദേവി बात പറഞ്ഞു. मैं सुना, ഈ വാക്കുകൾ ഞാൻ ദേവിയിൽ നിന്ന് मैं കേട്ടു. बहुत खुश हो गया ഞാൻ വളരെ സന്തോഷിച്ചു. कि दुनिया की सब चीज मुझे मिल गया, ദുനിയയിലെ ലോകത്തിലുള്ള എല്ലാം എനിക്ക് കിട്ടിയെന്നുള്ള ചിന്ത എന്റെ അകത്ത് क्योंकि വന്നു. देवी का शक्ति मुझे मिल गया। കാരണം ദേവിയുടെ ശക്തി എന്റെ മേൽ വന്നിരിക്കുന്നു. उसी समय ആ സമയത്ത് शिव में सपनों में नहीं, അത് സ്വപ്നത്തിലല്ല, शिव मूर्ति को पूजा नहीं करता था, अदर- शिव फोटो को देख के पूजा नहीं करता था, देवी को हकीकत देखता था। ഞാൻ ആ സമയങ്ങളിൽ പൂജ ചെയ്യുന്നത് ഈ വിഗ്രഹത്തെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ കണ്ടിട്ടല്ല, ദേവിയെ നേരിട്ട് കണ്ടിട്ടാണ് ഞാൻ ഈ പൂജ ചെയ്തുകൊണ്ടിരുന്നത്. रात के समय में രാത്രിയിൽ सुनसान हमारा एक पूजा का रूम है അവിടെ ഒരു പൂജമുറിയുണ്ട്. और उसी समय देवी आती थी। ആ സമയങ്ങളിൽ അവിടെ ചെയ്യുമ്പോഴത്തേക്ക് ദേവി അവിടെ വരുമായിരുന്നു. स्वयं मैं देखता था उसको और कुछ बोलती थी, कुछ बातें भी करती थी। ഞാനത് അതിനെ കാണുമായിരുന്നു, അതിനോട് സംസാരിക്കുമായിരുന്നു, ഞാനും സംസാരിക്കുമായിരുന്നു. इसीलिए मैं बहुत खुश हो गया ഞാൻ അതുകൊണ്ട് ഒത്തിരി സന്തോഷിച്ചു. कि देवी को मैं साक्षात देखा और देवी की शक्ति मुझे मिला। ഞാൻ ദേവിയെ കണ്ടു, ദേവിയുടെ ശക്തി എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ उसी സന്തോഷിച്ചു. देवी की शक्ति से ആ ദേവിയുടെ ശക്തിയാൽ मैं
प्रोफेसी करता था, ഞാൻ ഒത്തിരി പ്രവചനം നടത്തുമായിരുന്നു. अद्भुत काम करता था, रोगियों को चंगा करता था അത്ഭുതങ്ങൾ നടക്കുമായിരുന്നു, രോഗികൾ സൗഖ്യമാകുമായിരുന്നു. और बहुत लोगों की जो मनोकामना है हाँ। उसे भी पूरा होता था. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം ഈ ശക്തി കൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. और उसी के चलते അങ്ങനെ പോയി बहुत सारे लोग അങ്ങനെ ഒത്തിരി ആൾക്കാർ हमारे मंदिर को आते थे पूजा ഞങ്ങളുടെ മന്ദിരത്തിലേക്ക് പൂജ ചെയ്യാൻ വേണ്ടി വരുമായിരുന്നു. और उसी के दौरान അങ്ങനെ ഇരിക്കുമ്പോൾ धन सम्मान इज्जत मुझे मिलता था. എനിക്ക് പണമുണ്ടായിരുന്നു, അതുപോലെ എന്നെ അംഗീകരിക്കുമായിരുന്നു, എനിക്ക് എന്നെ ജനങ്ങൾ സ്നേഹിക്കുമായിരുന്നു. मैं भी खुश था, ഞാൻ मेरा സന്തോഷമായിരുന്നു, परिवार भी बहुत खुश എന്റെ था. കുടുംബം സന്തോഷമായിരുന്നു. मैं जहाँ जाऊँ ഞാൻ എവിടെ പോയാലും उधर लोग मुझे सम्मान देते थे. അവിടെ എല്ലാം ജനങ്ങൾ എനിക്ക് സമ്മാനങ്ങൾ അതുപോലെ പല കാര്യങ്ങൾ തരുമായിരുന്നു. जगह जगह में बुलाते थे ആൾക്കാർ എന്നെ പലയിടത്തും വിളിക്കുമായിരുന്നു. और मैं जाके लोगों के लिए पूजा करता था. അവർക്ക് വേണ്ടി ഞാൻ പോയി പൂജ ചെയ്യുമായിരുന്നു. ऐसे दिन बीतता गया. അങ്ങനെ സമയം മുമ്പോട്ട് പോയി. एक 3 साल के अंदर 3 വർഷം കഴിഞ്ഞപ്പോ 2005 के बात है ये. 2005 കാര്യമാണിത്. 2005 के समय में 2005 ശേഷം एक अद्भुत अनुभव मेरे जीवन में आ गया ഒരു അത്ഭുതം എന്റെ ലൈഫിൽ जो സംഭവിച്ചു. मैं कभी भी नहीं सोचा था. അത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. मैं मेरे जीवन में कुछ मुझे खोया हुआ लगता था. ആ സമയങ്ങളിൽ എനിക്ക് എന്തോ നഷ്ടമായതുപോലെ എനിക്ക് मेरा जीवन में തോന്നുമായിരുന്നു. जो शांति था, खुशी था, आनंद था, वो धीरे धीरे कम होते लगा. എന്റെ അകത്തുള്ള സന്തോഷവും ആനന്ദവും എല്ലാം അത് ക്രമേണ കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. मैं सोचता था ആ, कि देवी का पूजा तो मैं कर रहा हूँ, मान सम्मान इज्जत मुझे मिल रहा है, लेकिन क्यों मुझे लग रहा है कि मेरा शांति को मैं खो बैठता हूँ. ഞാൻ മുഖാന്തരം ഒത്തിരി ആൾക്കാർ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്, ഞാൻ ദേവിദേവരെ പൂജിക്കുന്നുണ്ട്, അതുപോലെ ഞാൻ ചെല്ലുന്നിടത്തല്ല എനിക്ക് സമ്മാനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്, ജനങ്ങൾ എന്നെ ആദരിക്കുന്നുണ്ട്. എന്നിട്ടും എന്താണ് എനിക്ക് കുറവ്, എനിക്ക് എന്താണ് നഷ്ടമായത്, എന്തുകൊണ്ട് എന്റെ സ്നേഹവും എന്റെ അകത്തുള്ള സന്തോഷവും സമാധാനം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ ചിന്തിപ്പാൻ തുടങ്ങി. क्योंकि कुछ दारू तो ना करने वाले लोग ചില മന്ത്രവാദികൾ जलस हो गए, जलन हो गया उन लोगों को. അവരുടെ അകത്ത് അസൂയ ഉണ്ടായി. और वो लोग मिलके അവർ ഒരുമിച്ച് एक डिसीजन लेके അവരൊരു തീരുമാനമെടുത്തു. मुझे मारने का प्लान किए. എന്നെ കൊല്ലുവാൻ അവർ തീരുമാനിച്ചു. अगर इस पुजारी को हम ऐसे छोड़ देंगे ഈ പൂജാരി ഇങ്ങനെ വിട്ടാൽ तो सब लोग आके इसके मंदिर को जाएंगे, इसे ही मानेंगे, इसे ही ये लोग सम्मान देंगे. അങ്ങനെ ഇവനെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ എല്ലാവരും ഇവന്റെ പുറകെ പോകും, ഈ മന്ദിരത്തിലേക്ക് വരത്തുള്ളൂ, ഇവന് മാത്രമേ സമ്മാനങ്ങളും പണവും കിട്ടത്തുള്ളൂ എന്ന് വിചാരിച്ച് അവർക്ക് അസൂയായിട്ട് എനിക്കെതിരെ മന്ത്രവാദം ചെയ്ത് കൊല്ലുവാൻ തീരുമാനിച്ചു. हम लोगों के पास कोई नहीं आएगा, हमें कोई भी नहीं पूछेगा. അങ്ങനെ ഞങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ അടുക്കലേക്ക് ആരും വരത്തില്ല, എല്ലാവരും इवന്റെ പുറകെ പോകും എന്നാണ് വിചാരിച്ചത്. इसीलिए वो मिलकर 40-50 जन मिलके അവ- जादू टोना करके मुझे मारने के लिए वो अपना काम करते, तंत्र मंत्र करते थे. അങ്ങനെ അവർ 40-50 പേര് ഒരുമിച്ച് ഈ വ്യക്തിക്കെതിരെ മന്ത്രവാദം ചെയ്യുമായിരുന്നു. और उसके चलते मैं पागल जैसा बन गया. അങ്ങനെ ഞാൻ ഒരു ഭ്രാന്തനെ പോലെ ആയിത്തീർന്നു. मैं बहुत रो रो के देवी को बोला, ഞാൻ അങ്ങനെ ഭ്രാന്തനായി തീർന്ന അനുഭവത്തിലേക്ക് വന്നിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് എന്റെ ദേവിയോട് പറഞ്ഞു, मेरे जीवन में जो शांति था, खुशी था, वो चला गया. अभी मैं पागल बन गया हूँ. ഞാൻ എന്റെ അകത്തുള്ള സന്തോഷം സമാധാനം പോയി, ഞാനൊരു ഭ്രാന്തനെ പോലെ ആയി. आप मुझे रक्षा कीजिए, ദേവി എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ आप मुझे പ്രാർത്ഥിച്ചു. बचाइए. നിങ്ങൾ എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. क्योंकि मैं ऐसा ऐसा दर्शन देखता था, जरा- सपनों में देखता था कि सब लोग इकट्ठा होकर मुझे मारने के लिए बहुत सारे जादू टोना करते थे. और ये बात मैं देवी को बोलता था कि मुझे इन लोगों से बचाइए. ഞാനിങ്ങനെ സ്വപ്നങ്ങൾ പലതും കാണുകയായിരുന്നു. ഒത്തിരി പേർ എനിക്കെതിരെ മന്ത്രവാദങ്ങൾ ചെയ്യുന്നു, അവരെന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ ദേവിയോട് സംസാരിക്കുമായിരുന്നു, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. लेकिन देवी बोली कि तू मेरे काम कर, मैं तुझे बचा लूंगा. ദേവി എന്നോട് പറഞ്ഞു, നീ എന്റെ പണി ചെയ്യാൻ ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന്. लेकिन ऐसे ही मेरा दिन गुजरता गया. पागल जैसा मैं गांव से निकल गया, शहर गया, इधर उधर भटकने लगा. എന്നാൽ ആ ദിവസങ്ങൾ മുമ്പോട്ട് കടന്നുപോയി. ഞാൻ ഒരു പ്രാന്തനെ പോലെ ഇങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാൻ തക്കോണം ഇടയായിട്ട് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ല. मेरे मम्मी पापा परिवार लोग रोते थे कि ये क्या, ये तो कोई बीमार नहीं है, बीमार होता तो हम इलाज करते हैं, लेकिन ये तो जादू टोना है, हम कैसे बचाएंगे हमारा बेटा को. എന്റെ മമ്മിയും പപ്പായും എല്ലാം കരയുവാൻ തക്കോണം ഇടയായിത്തീർന്നത്. ഇതൊരു അസുഖമല്ല, ഇത് അസുഖമായിട്ട് ഞങ്ങൾ ട്രീറ്റ് ചെയ്യാമായിരുന്നു, ഇത് മന്ത്രവാദം സംഭവിച്ചതാണ്, ഇവനെ ഞങ്ങൾ എങ്ങനെ രക്ഷിക്കുമെന്ന് മാതാപിതാക്കന്മാർ പറയുവാൻ ഇടയായിത്തീർന്നു. और मुझे बचाने के लिए बहुत सारे मंदिर को भी हम गए, बहुत जगह को गए, जहाँ जाके हमें पूजा करना था वहीं पर जाए. जो कुछ भी हमें करने के लिए बोला गया वो सब कुछ हम कर चुके थे. അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒത്തിരി മന്ദിരങ്ങളിൽ, വലിയ വലിയ മന്ദിരങ്ങൾ ഞങ്ങൾ കടന്നുപോയി. അവിടെ ചെന്ന് പല പൂജകൾ ചെയ്തു. അവർ പറഞ്ഞതെല്ലാം ഞങ്ങൾ ചെയ്തു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. लेकिन कोई भी मुझे नहीं बचा सका उस समय. എന്നാൽ എന്നെ ആർക്കും രക്ഷിപ്പാൻ കഴിഞ്ഞില്ല ആ സമയത്ത്. मेरा दिन बिगड़ते गया, मेरा जीवन बिगड़ते गया. ഓരോ ദിവസവും എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നു. मैं मरने जैसा हो गया. ഞാൻ മരിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വന്നു. एक दिन ऐसा हो गया, ഒരു സംഭവം ഉണ്ടായി. मैं घर से सुबह से निकला. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. मुझे कुछ पता नहीं कि मैं कहाँ जाऊँ. എനിക്കറിയത്തില്ല ഞാൻ എങ്ങോട്ട് പോകുന്നത്. ऐसे दिन भर मैं घूमता रहा, इधर उधर भटकता ഞാൻ रहा. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ അവിടെ ഇവിടെ തിരിഞ്ഞു और मैं നടക്കുകയായിരുന്നു. हमारे गांव में एक तालाब है, അവിടെ എന്റെ ഗ്രാമത്തിൽ ഒരു കുളമുണ്ട്.
और उसी तालाब के पास जाके एक जंगल है, उसी में जाके एक खेल का मैदान है, उसी खेल के मैदान में जाके रात के 8:30 बजे अंधकार था, सुनसान जगह था। അവിടെ ആ കുളത്തോട് ചേർന്ന് തന്നെ ഒരു കളിസ്ഥലമുണ്ട്. ആ കളിസ്ഥലത്തിന്റെ മൈതാനത്തിൽ ഞാൻ രാത്രി 8:30 അവിടെ പോയി കിടക്കാൻ നോക്കേണ്ടി. मैं उसी समय बहुत चिल्ला के बोला कि मेरे जिसको कि मैं नहीं जानता हूँ, जिसके पास मैं कभी नहीं गया हूँ, जिसको मैं कभी नहीं बुलाया हूँ, ऐसा कोई अनजान प्रभु है तो मुझे बचाइए। അവിടെ ആ ഗ്രൗണ്ടിൽ കടന്ന് ഞാൻ എന്റെ ശബ്ദം മുഴുവൻ എടുത്തിട്ട് ഞാനിങ്ങനെ വിളിച്ചു പറയാനിടയായി തീർന്നു. ഞാൻ എത്രയോ ദേവീദേവന്മാരടുത്ത് പോയി. അതല്ലാതെ വേറെ ഏതെങ്കിലും ദേവീദേവന്മാർ, വേറെ ഏതെങ്കിലും ദൈവം എന്നെ വെടിവെപ്പാൻ ഉണ്ടെങ്കിൽ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് താൻ വിളിച്ച് നിലവിളിപ്പാൻ തക്കണം ഇടയായി. और उसी सुनसान रात और सुनसान जगह में मैं आसमान की ओर ऐसे ही गिड़गिड़ाता रहा, रो के जोर से चिल्लाता था उसी समय, और मैं गिड़गिड़ाता रहा। ഞാൻ അന്ന് രാത്രിയിൽ ആ ആകാശത്തേക്ക് നോക്കി. ഒറ്റയ്ക്കാണ്, അവിടെ ആരും അടുത്തില്ല, ശാന്തമായി കിടക്കുന്ന സമയമാണ്. ഞാൻ എന്റെ സർവ്വശക്തിയും എടുത്ത് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഞാൻ ആ ശക്തിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഒരു ദൈവമുണ്ടോ, എന്നെ വെടിവെപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. और मैं रो के जमीन में भी गिर पड़ा। ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ നിലത്ത് കടന്നു ഉരുളാനിടയായി. और कुछ ही समय सोचा मैं तो किसी को नहीं जानता हूँ, मैं किसी के नाम को पुकार के नहीं बुला, इसीलिए मेरे बात को कोई नहीं सुन रहा है। ഞാൻ വിചാരിച്ചു അന്നേരം എങ്ങനെ എനിക്ക് ആരെയും അറിയത്തില്ല, വേറെ എനിക്കറിയാവുന്നിടത്തല്ല ഞാൻ പോയി, ഇനി അറിയത്തില്ല, അതുകൊണ്ടായിരിക്കും എനിക്ക് ഉത്തരം കിട്ടാത്തത് എന്ന് ഞാൻ ചിന്തിപ്പാനിടയായി തീർന്നു. और एक बात में कुछ समय के बाद में सोचा, नहीं ऐसा तो कोई जरूर होगा जो कि मेरे बात को सुन रहा है, उसे मैं नहीं देख रहा हूँ लेकिन वो मुझे देख रहा है जरूर, और जो समय चिल्लाऊंगा जरूर कोई तो है जो मेरे बात को सुन के मुझे रक्षा करेगा। കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ അകത്ത് എന്റെ ചിന്ത ഇങ്ങനെ വന്നു, ഒരു ദൈവമുണ്ട്, ഞാൻ അറിയാത്ത, എനിക്കറിയത്തില്ലെങ്കിൽ എന്നെ അറിയാവുന്ന, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് ഞാൻ നിലവിളിക്കുന്നത് വീണ്ടും വീണ്ടും അതേ ഉച്ചത്തിൽ താൻ ദൈവത്തോട് നിലവിളിപ്പാനിടയായി തീർന്നു. और उसी रात में कैसे हमारा घर को आया मुझे मालूम नहीं। അവിടുന്ന് ഞാൻ എങ്ങനെയാണ് എന്റെ വീട്ടിലേക്ക് വന്നതെന്ന് എനിക്കറിയത്തില്ല. 3 दिन ऐसे रो के मैं गिड़गिड़ाता रहा। 3 ദിവസം ഞാൻ അങ്ങനെ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് വീട്ടിലായിരുന്നു. प्रभु की महान नाम पे धन्यवाद हो। ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. उसी दिन प्रभु मेरी आवाज को सुना। അന്ന് രാത്രി എന്റെ പ്രാർത്ഥന എന്റെ ദൈവം കേട്ടു. क्योंकि तमिलनाडु के 2 दासों को प्रभु हमारे गांव को मेरे पास भेजा। എന്റെ ഗ്രാമത്തിലേക്ക് 2 പേർ തമിഴ്നാട്ടിൽ നിന്ന് ദൈവദാസന്മാർ, യേശുവിനെ സുവിശേഷം അറിയിക്കുന്നവർ കടന്നു വരേ. वो लोग सुसमाचार के पर्ची बांट रहे थे। അവരുടെ കയ്യിൽ സുവിശേഷത്തിന്റെ ഒരു പ്രതി ഉണ്ടായിരുന്നു, ട്രാക്ട് ഉണ്ടായിരുന്നു. वो लोग बोले हम कुछ बोलने आए हैं हम आपके गांव में। അവര് പറഞ്ഞു, എനിക്ക് ട്രാക്ട് തന്നിട്ട് പറഞ്ഞു, ഞങ്ങള് യേശുവിനെ കുറിച്ച് അത് പറയാൻ വേണ്ടി വന്നതാണ് എന്ന്. मैं सोचा कुछ ऑफिसर लोग आए हैं गांव को कुछ प्रोजेक्ट लेके, ऐसे सोचा मैं। ഞാൻ ആദ്യം വിചാരിച്ചു ഗ്രാമത്തിലേക്ക് വലിയ ഓഫീസർമാര്, ഗവൺമെന്റ് അധികാരികൾ വന്നതായിരിക്കും എന്ന് വിചാരിച്ചത്. क्या बात है, क्या बोलने आए हैं आप? അവര് പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നു എന്നാ പറഞ്ഞത്. बोले यीशु के बारे में हम बताने आए हैं। പറ, എന്താ നിങ്ങൾ പറയാനുള്ളത്? അപ്പോൾ ഞങ്ങൾ യേശുവിന്റെ കാര്യം പറയാൻ വന്നതാ. और मैं सोचा मैं तो इतने बड़े पुजारी हूँ और हम यीशु को कैसे मानेंगे, ये तो ईसाई लोग भगवान है। ഞാൻ അന്നേരം ഇങ്ങനെ ചിന്തിച്ചത്, ഞാൻ ഒരു പൂജാരിയായി എന്നോട് യേശുവിനെ കുറിച്ച് പറയുന്നുവോ? ഞങ്ങൾ യേശുവിനെ അംഗീകരിക്കാൻ കഴിയത്തില്ല, അത് ക്രിസ്ത്യാനികളുടെ ദൈവമാണ് എന്ന് താൻ ചിന്തിപ്പാനിടയായി തീർന്നു. क्योंकि हम ईसाई लोगों को भी नफरत करते थे, കാരണം ഞങ്ങള് ക്രിസ്ത്യാനികളെ വെറുത്തിരുന്നു. और हम ऐसे मानते थे कि ईसाई के भगवान यीशु मसीह ईसाई लोगों के ही भगवान है। ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചത്, യേശുവെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. लेकिन वो बोले कि कुछ समय हम आपसे बात करके हम चले जाएंगे, आप कृपया सुनिए। അവര് പറഞ്ഞു, ഞങ്ങൾ അല്പസമയം നിങ്ങളോട് സംസാരിച്ച് ഞങ്ങൾ കടന്നു പോയിക്കോളാം, നിങ്ങൾ ക്ഷമാപൂർവ്വം അത് കേട്ടാട്ടെ എന്ന്. तब मैं सुनने लगा, वचन को सुनने लगा उन लोगों അപ്പോൾ से। ഞാൻ അതേ ഒരു പറയുന്ന കാര്യങ്ങൾ യേശുവിന്റെ വചനത്തെ കുറിച്ച് ഞാൻ കേൾക്കുവാൻ തുടങ്ങി. यीशु मसीह के उद्धार की योजना के बारे में बताए। യേശുവിൽ കൂടിയുള്ള രക്ഷയെക്കുറിച്ച് അവർ പറയാൻ തുടങ്ങി. यीशु कैसे इंसानों को उद्धार करने, मानव को उद्धार करने के लिए जगत को आए हैं, वो चीज बताए। യേശു എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ രക്ഷിപ്പാൻ വേണ്ടി കടന്നു വന്നതെന്ന് അവർ പറയാനിടയായി. यीशु के प्रेम के बारे में बताए। യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയാനിടയായി. हमारे लिए ही वो आए, मारे गए, गड़े गए, तीसरा दिन जी उठे, आज वो जीवित है, ये करके बताए। യേശു നമുക്ക് വേണ്ടിയാണ് വന്നത്, അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു
ഇപ്പോഴും യേശു ജീവിക്കുന്നുവെന്ന് അവർ പറയാനിടയായി यीशु असंभव को संभव करने वाला परमेश्वर करके मुझे बताए। യേശു അസംഭവ അതായത് അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്നവനാണെന്ന് അവർ പറയാനിടയായി. वो अंतर्यामी परमेश्वर आपके जीवन में जो कुछ भी है उसे मालूम है बल्कि मुझे बताए। നിങ്ങളുടെ അകത്ത് എന്തൊക്കെയുണ്ടെന്നോ അതെല്ലാം യേശുവിന് അറിയാമെന്ന് അദ്ദേഹം പറയാനിടയായി. और उसी 3 बात मुझे मेरे जीवन में उसी 3 बातों से प्रभु मुझसे बातें की। 3 കാര്യങ്ങൾ എന്റെ ഹൃദയത്തെ സ്പർശിപ്പാനിടയായി പറഞ്ഞത്. वो बात थी मैं जीवित हूँ। ഒന്ന്, ഞാൻ ജീവിക്കുന്നു എന്നുള്ള വാക്ക്. तेरे जीवन में जो कुछ है मुझे मालूम है, मैं अंतर्यामी हूँ। നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം എനിക്ക് അറിയാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ. मैं असंभव को संभव करने वाला हूँ। മൂന്നാമത്തെ കാര്യം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് ദൈവം എന്നുള്ള കാര്യം. तब मैं प्रभु यीशु मसीह को दिल में मैं बोला, मन में बोला, पास लोगों कुछ भी नहीं बोला, मैं मन में बोला कि यीशु अगर आप जीवित हैं, अगर आप असंभव को संभव करने वाला परमेश्वर है, आप अगर अंतर्यामी मेरे दुख को जानते हैं तो मुझे छुड़ाइए, मुझे बचाइए, तब मैं आपको मानूंगा। ഈ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞില്ല, വന്ന ആൾക്കാരോട് പറഞ്ഞില്ല, മറിച്ച് എന്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ ഇടയായി തീർന്നു. നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എന്നെ നീ വിടുവിച്ചാട്ടെ, നീ എന്റെ മനസ്സിനെ അറിയുന്നതല്ലേ, എന്നെ നീ സൗഖ്യമാക്കിയാട്ടെ എന്ന് താൻ ദൈവത്തോട് പറയുവാൻ ഇടയായി തീർന്നു. प्रभु तब मेरे दिल में बातें करने लगे। അപ്പോൾ കർത്താവ് എന്റെ ഹൃദയം സംസാരിപ്പാൻ ഇടയായി. तू मुझे विश्वास कर, എന്നിൽ വിശ്വസിക്കുക, तब मैं तुझे उद्धार करूंगा। ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന്. उसी शब्द मेरे जीवन को बदल दिया। ആ ശബ്ദമാണ് എന്റെ ജീവിതത്തെ മാറ്റിയത്. जो दुख के आग जलता था उसे बुझा दिया। എന്റെ അകത്ത് അത്രമേൽ ദുഃഖമായിരുന്നു, അത് തീ പോലെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ തീ അവിടെ കെട്ട് അടങ്ങുവാൻ ഇടയായി तब തീർന്നു. मेरे आत्मा में रोने लगा। ഞാൻ അപ്പോൾ എന്റെ ആത്മാവിൽ ഞാൻ കരയുവാൻ തുടങ്ങിയപടിയായി. इतना जगह गया मैं, ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ കടന്നുപോയി. कहाँ भी എല്ലായിടത്തും ऐसे एक आशा के बारे में कुछ कभी नहीं बोला। ഒരിടത്തും ഞാൻ ചെന്നിടത്ത് ഒരു പ്രത്യാശയെക്കുറിച്ച്, ആശയെക്കുറിച്ച് എനിക്ക് കിട്ടിയിരുന്നില്ല. लेकिन यीशु मुझे आशा दिलाया कि मैं तुझे रक्षा करूंगा। യേശു എന്റെ അകത്തൊരു പ്രത്യാശ നൽകി തന്നു, इसलिए मैं ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന്. जरूर यीशु को मैं विश्वास करूंगा। ഞാൻ അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുവാൻ ഞാൻ തീരുമാനമെടുത്തു. तब वो पास्टर लोगों को मैं बोला कि अब- आप दया करके मुझे यीशु मसीह के बारे में बताइए, और यीशु मसीह का कुछ किताब है तो मुझे दीजिए। അപ്പോൾ ഞാൻ ആ പാസ്റ്റർമാരോട് പറഞ്ഞു, നിങ്ങൾ യേശുവിനെ കുറിച്ച് വീണ്ടും എന്നോട് പറയുക. അത് മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ യേശുവിനെ കുറിച്ച് എന്തെങ്കിലും പുസ്തകം ഉണ്ടെങ്കിൽ എനിക്ക് തരുവാൻ തക്കോണം ഇദ്ദേഹം പറയാനിടയായി. और पास्टर लोग मुझे कुछ पर्ची दिए और न्यू टेस्टामेंट दे के चले गए। ആ പാസ്റ്റർ അതേ ഒരു ട്രാക്ട് എന്റെ കയ്യിൽ തരികയും അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിന്റെ ഒരു കോപ്പി എന്റെ കയ്യിൽ തന്നിട്ട് അവർ കടന്നുപോവുകയും ചെയ്തു. हमारे गांव के पास ही रहते थे वो लोग, किराए पर रहते थे। आसपास में सेवकाई को शुरू किए थे उसी समय। അവര് ഞങ്ങളുടെ ആ ഗ്രാമത്തിലാണ് പിന്നീട് താമസിക്കാൻ വന്നിരുന്നത്. അവര് അവിടെ തന്നെ സുവിശേഷ വേല ആരംഭിച്ചിരുന്നു. उसी समय हमारे गांव के आसपास लोग बहुत सताते थे, ईसाई लोगों को घृणा करते थे, नफरत करते ആ थे। സമയങ്ങളിൽ അവിടെ ഗ്രാമത്തിലുള്ള എല്ലാവരും ക്രിസ്ത്യാനികളെ അവര് വെറുക്കുകയും അവര് ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു അവിടെ. लेकिन कभी कभी हमारे रास्ते पर गुजरते समय ही वो लोग मुझे मिलते थे। പലപ്പോഴും ഞങ്ങളുടെ വീടിന് മുമ്പിൽ കൂടെ പോകുമ്പോഴത്തേക്കുമാണ് അത് അവരെന്നെ കണ്ടുകൊണ്ടിരുന്നത്. मेरे परिवार को डरते थे ഞങ്ങളുടെ കുടുംബത്തെ അവർ പേടിച്ചിരുന്നു. क्योंकि ये पुजारी का परिवार है। കാരണം ഇതൊരു പൂജാരി കുടുംബമാണ്. अगर कुछ ये लोगों परिवार के लोगों के बारे में अगर गांव के लोगों को पता चल गया, ईसाई लोगों को ये घर में बुला रहे हैं, तो वो प्रॉब्लम हो जाएगा। കാരണം ഈ ക്രിസ്ത്യാനിയായ ഈ വ്യക്തിയെ പൂജാരി കുടുംബത്തിലേക്ക് വിളിച്ചാൽ നാട്ടുകാരെല്ലാം പ്രശ്നമുണ്ടാകുമെന്ന് ഭയന്നുപോയി. हमारे घर के पास गुजरते समय ही कभी कभी मिलते थे അവർ നമ്മുടെ ഗ്രാമത്തിൽ കൂടെ നടക്കുന്ന സമയത്ത് വല്ലപ്പോഴും അവർ നമ്മളെ കാണുമായിരുന്നു. और उसी समय मैं प्रार्थना के बारे में, कैसे मेरा उद्धार होगा, इसी बारे में मैं पूछता था। ആ സമയങ്ങളിൽ ഞാൻ ചെന്ന പ്രാർത്ഥനയെക്കുറിച്ചും എനിക്ക് എങ്ങനെയാണ് രക്ഷ കിട്ടുന്നത് എന്ന് ചോദിക്കുമായിരുന്നു. और लोग खड़े खड़े कुछ सी 1-2 मिनट ही बात करके चले जाते थे। അവര് അവിടെ നിന്നുകൊണ്ട് 1-2 മിനിറ്റ് മാത്രം എന്നോട് സംസാരിച്ച് അവർ അവിടുന്ന് പോയിരുന്നു. मैं प्रभु यीशु मसीह के बारे में न्यू टेस्टामेंट पढ़ने लगा। ഞാൻ പിന്നീട് എന്റെ കയ്യിലിരുന്ന ആ പുതിയ നിയമം വായിപ്പാൻ തുടങ്ങി. प्रभु वचन के द्वारा मेरे साथ बातें करने लगा। പിന്നീട് ആ വചനത്തിൽ കൂടെ, അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്കുകളിൽ കൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. प्रभु को रो रो के बोला, प्रार्थना किया। ഞാൻ കണ്ണുനീരോടുകൂടി ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. आप अगर मेरे जीवन में मुझे बचाने के लिए आए हैं, നീ എന്റെ ജീവിതത്തിൽ എന്നെ വെടിവെപ്പാൻ വേണ്ടി വന്നിരിക്കുന്നെങ്കിൽ तुरंत मुझे बचा लीजिए, വേഗത്തിൽ എന്നെ സൗഖ്യമാക്കണേ, नहीं तो मैं मर जाऊंगा। ഇല്ലെങ്കിൽ ഞാൻ മരിക്കും. और प्रभु मुझे 3 बार दर्शन दिए 3 പ്രാവശ്യം ദൈവം എനിക്ക് ദർശനം നൽകി और തന്നു. बोले कि तू सब छोड़ के मेरे पास आ जा और मैं तुझे छुड़ाऊंगा। നീ എല്ലാം വിട്ട് എന്റെ പുറകെ വരിക, ഞാൻ നിന്നെ വിടുവിക്കാമെന്ന് ദർശനത്തിൽ കൂടെ തനിക്ക് അനുഭവം ഉണ്ടായി. मुझे देवी ने भी सताया, എന്നെ ദേവിയും എന്നെ പരിശാൻ ചെയ്തു, അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ചു.
बाइबल पढ़ने नहीं देता था। എനിക്ക് ബൈബിൾ വായിക്കാൻ ദൈവം എന്നെ സമ്മതിക്കുമായിരുന്നില്ല. परिवार के लोग भी मुझे सताते थे, എന്റെ കുടുംബത്തിലെ ആൾക്കാരും എന്നെ കഷ്ടപ്പെടുത്തി. इसलिए मैं घर को छोड़ के दूसरे जगह में रात के समय जाता था, पहाड़ के ऊपर जाता था और प्रार्थना करके लौट आता था। അങ്ങനെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുവാനോ ബൈബിൾ വായിക്കുവാനുള്ള അനുഭവം എന്റെ വീട്ടിനകത്തില്ലായിരുന്നു. ഞാൻ സേവിച്ച ദേവി എന്നെ എപ്പോഴും ശല്യപ്പെടുത്തുമായിരുന്നു. എന്റെ വീട്ടുകാർ എന്നെ ശല്യപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ട് വീട് വിട്ടിട്ട് രാത്രിയിൽ കടന്നുപോയി ഒരു മലയുടെ മുകളിൽ പോയിരുന്ന് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. देवी को छोड़ के मंदिर को छोड़ के प्रभु में आने के लिए मैं बहुत कोशिश किया था, ഞാൻ മന്ദിരത്തെയും വിട്ട് ദേവിയെയും വിട്ട് യേശുവിന്റെ അടുത്തേക്ക് വരുവാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. लेकिन मेरे द्वारा नहीं हुआ। പക്ഷെ എനിക്കത് പറ്റുമായിരുന്നില്ല. प्रभु को मैं रो रो के बोला, अगर मुझे आज बचाने के लिए आप आए तो मुझे संपूर्ण रीति से आप ही बचा सकते हो, मुझे बचा लीजिए। അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, നീ എന്നെ വിടുവിക്കാൻ വേണ്ടി വന്നതെങ്കിൽ എനിക്ക് തനിയെ വരാൻ പറ്റത്തില്ല, പക്ഷെ നീ എന്നെ പൂർണ്ണമായി വിടുവിച്ചാട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിപ്പാനിടയായി. और उसी दिन प्रभु की आत्मा मेरे अंदर आई, അന്ന് പരിശുദ്ധ കർത്താവിന്റെ ആത്മാവിന്റെ മേൽ വന്നു, इतना सामर्थ्य दी, ശക്തി തന്നു. मुझे बोले कि आज से ആ तुझे मैं छुड़ाया हूँ। ഇന്ന് തൊട്ട് ഇന്ന് ഞാൻ നിന്നെ വിടുവിച്ചിരിക്കുന്നു उसी दिन मेरा എന്ന് अशांति, ആ मेरा दुख, ശബ്ദം വന്നു. അന്ന് തൊട്ട് എന്റെ ദുഃഖം, मेरा पागलपन എന്റെ ഭ്രാന്ത് हट गया, मेरे जीवन में दूर हो गया। അതെല്ലാം എന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. मैं खुशी से भर गया, എന്റെ ഹൃദയത്തിൽ സന്തോഷം കടന്നു വന്നു, आनंद से भर गया, ആനന്ദം എന്റെ शांति से भर गया। സമാധാനം വന്നു. तुरंत जाके पास्टर लोगों को मिला ഞാൻ ഉടൻ തന്നെ ആ പാസ്റ്റർമാരുടെ അടുക്കൽ और കടന്നു मैं सब बोला कि यीशु मसीह मुझे दर्शन दिए हैं, मेरे को प्रभु यीशु मसीह ने बचा लिए हैं, आज मैं बहुत खुशी हूँ, आज मुझे प्रभु में ले जाइए आप लोग। അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് സ്വപ്നത്തിൽ കൂടെ കർത്താവിനോട് സംസാരിച്ചു, കർത്താവ് എന്നെ വിടുവിച്ചു, ഞാൻ വളരെ സന്തോഷത്തിലായിരിക്കുന്നു, നിങ്ങൾ എന്നെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുപോയാട്ടെ. परिवार के लोगों को ये बात मालूम हुआ, കുടുംബത്തിലെ ആൾക്കാർക്ക് ഇത് മനസ്സിലായി. बहुत मुझे सताए, അവരെന്നെ ഒത്തിരി കഷ്ടപ്പെടുത്തി. प्रभु यीशु मसीह को छोड़ देने के लिए बोले मेरे। യേശുവിനെ ഉപേക്ഷിപ്പാൻ അവർ എന്നോട് പറഞ്ഞു. मैं बोला मैं जीना अच्छा है या मरना अच्छा है। ഞാൻ അവരോട് ചോദിച്ചു, മരിക്കുന്നതാണോ നല്ലത്, ജീവിക്കുന്നതാണോ നല്ലത്? शैतान उनके आंखों को इतना अंधा कर दिया था कि वो कुछ भी समझ नहीं पाते थे उसे। സാത്താൻ അവരുടെ കണ്ണുകളെ അടച്ചിരുന്നു, പിശാച് അവരുടെ കണ്ണുകളെ അടച്ചിരുന്നു, അവർക്കൊന്നും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. मुझे सताते समय भी मैं जाके प्रभु के दास लोगों को बोला कि मैं प्रभु को ग्रहण करूंगा, क्योंकि प्रभु मुझे बचाए हैं। ये बात मेरे परिवार को मालूम नहीं है, लेकिन मेरे को मालूम है। എന്റെ കുടുംബം എന്നെ പീഡിപ്പിക്കുന്ന സമയത്തും ഞാൻ ആ പാസ്റ്ററുടെ കടന്ന് ചോദിക്കും, യേശുവിനെ വിടുവിച്ചു. അതെന്റെ കുടുംബം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്കറിയാം യേശുവിനെ വിടുവിച്ചു എന്ന് താല്പര്യം. इतनी बड़ी समस्या में था, उसी समय भी मैं जाके जनवरी 1 2006 को मैं बपतिस्मा लिया। ആ സമയത്ത് തന്നെ ഇത്രയും പ്രശ്നത്തിലായിരുന്നു. എന്നിട്ടും ഞാൻ 2006 ഞാൻ കടന്നുപോയി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും സ്നാനപ്പെടുകയും ചെയ്തു. जब बपतिस्मा लिया, मेरे परिवार, मेरे मम्मी पापा बोले कि यार तू हमारे घर से निकल जा। ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്റെ കുടുംബക്കാർ എന്നോട് പറഞ്ഞു, എന്റെ വീട് വിട്ടു പോകാൻ, ഞങ്ങളുടെ വീട് വിട്ടു പോകാൻ. 7 दिन का टाइम दिया मेरे को, 7 ദിവസം സമയം തന്നു. और 7 दिन में अगर नहीं जाएगा तो हम लोग मर जाएंगे। നീ ഞങ്ങളുടെ വീട് വിട്ടു പോകാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ മരിക്കുമെന്ന് അവർ हमारे पूर्वजों से आज तक कोई भी ईसाई नहीं बना है। ഞങ്ങളുടെ പൂർവ്വന്മാരാരും ഇസായി ക്രിസ്ത്യാനി ആയിട്ടില്ല. हमें गांव में रहने नहीं देंगे, ഞങ്ങൾ ഈ ഗ്രാമത്തിനെ താമസിക്കാൻ സമ്മതിക്കത്തില്ല, बहुत सारे सताव आएगा, ഒത്തിരി പീഡനങ്ങൾ വരും. इसीलिए तू अभी यीशु मसीह को छोड़ दे। അതുകൊണ്ട് ഇപ്പോൾ തന്നെ യേശുവിനെ നീ വിട്ടുകളയാൻ 7 പറഞ്ഞു. दिन मेरे को समय दिया, 7 ദിവസം എനിക്ക് സമയം തന്നു. लेकिन 7 दिन में प्रभु के पास जाके प्रार्थना किया, प्रभु मेरे मम्मी पापा को आप बदलो। ഞാൻ 7 ദിവസം എന്റെ യേശുവിന്റെ അടുക്കൽ കടന്നു നിന്ന് പ്രാർത്ഥിച്ചു, എന്റെ പപ്പയും മമ്മിയും നീ മാറ്റിയാട്ടെ, അവിടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തിയാട്ടെന്ന് പ്രാർത്ഥിച്ചു. और 7 दिन जब वो मेरी मम्मी देखा कि ये यीशु मसीह को नहीं छोड़ा, इसीलिए वो रस्सी पर लटक कर मरने के लिए चले गए। 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ യേശുവിനെ വിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മ അത് കണ്ടിട്ട് അത് കയറി ചുറ്റി മരിപ്പാൻ വേണ്ടി താൻ കടന്നുപോകാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. मैं प्रार्थना किया, प्रभु मेरी माँ को बचाइए, ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ അമ്മയെ രക്ഷിക്കണമെന്ന്, उनके जीवन में कार्य कीजिए। തന്റെ ജീവിതത്തിൽ ദൈവം और പ്രവർത്തിക്കണമെന്ന്. उसी समय मेरी माँ को भी प्रभु बातें की, അന്ന് ദൈവം എന്റെ അമ്മയോട് उसके സംസാരിച്ചു, मन को बदल दिया। തന്റെ മനസ്സിനെ മാറ്റം വരുത്തി. वो रस्सी को फेंक कर मेरे और आई, ആ കയറുകളെ എറിഞ്ഞു കളഞ്ഞിട്ട് എന്റെ അടുക്കലേക്ക് എന്റെ അമ്മ വന്നു. वो भी प्रभु में आई। ഇപ്പോൾ യേശുവിൽ താനും വിശ്വസിക്കുന്നു. मेरे पापा जब बीमार पड़ गए अचानक, പെട്ടെന്ന് എന്റെ ആ സമയങ്ങളിൽ തന്നെ എന്റെ പിതാവ് രോഗിയായി തീർന്നു. वो भी बहुत सताते थे। ആ പിതാവ് എന്നെ ഒത്തിരി ഉപദ്രവിക്കുമായിരുന്നു. जब बीमार हो गया उसको, അപ്പൊ രോഗിയായി കഴിഞ്ഞപ്പോ तब मुझे बोला कि तेरे प्रभु यीशु अगर मुझे चंगा कर देगा तब मैं भी मानूंगा। तो ആ പിതാവ് ഇങ്ങനെ പറഞ്ഞെടുത്തു, നിന്റെ യേശു എന്നെ സൗഖ്യമാക്കിയെങ്കിൽ ഞാനും വിശ്വസിക്കാമെന്ന്. पापा के लिए भी दुआ किया, ഞാൻ പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. प्रभु अद्भुत रीति से पापा को 1 हफ्ते में ही ठीक कर दिया। അത്ഭുതകരമായിട്ട് എന്റെ പിതാവിനെയും ഒരാഴ്ച സൗഖ്യമായി. चंगाई को देख के സൗഖ്യം കണ്ടിട്ട് पापा भी प्रभु में आ गए। ആ പിതാവും വിശ്വാസത്തിലേക്ക് വന്നു. ऐसे 8 महीना के अंदर 8 മാസത്തിനുള്ളിൽ
मेरी 4 बहन और मेरे मम्मी पापा बपतिस्मा लिए। ആ 4 സഹോദരിമാരും എന്റെ മാതാപിതാക്കന്മാരും യേശുവിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുവാനിടയായി. और दूसरी तरफ മറ്റൊരു തലത്തിൽ സൈഡിൽ जो पुजारी लोग मुझे जादू टोना करके मारने वाले लोग थे, എനിക്കെതിരെ പൂജ ചെയ്ത് മന്ത്രവാദം ചെയ്ത് എന്നെ കൊല്ലുവാൻ ആഗ്രഹിച്ച वो ആൾക്കാർ, लोगों को जब पता चला कि पुजारी अपना जो बाल काट के अभी ईसाई बन गया है, पूजा को छोड़ा, मंदिर को छोड़ दिया है, അവർ മന്ത്രവാദം ചെയ്തവർ ഞാൻ ക്രിസ്ത്യാനിയായതും അതുപോലെ മുടി മുറിച്ചതും മന്ദിരം വിട്ടതും അങ്ങനെ യേശുവിൽ പിന്നാലെ പോകുന്നതും കേട്ടപ്പോൾ वो सब लोग मिलके 3 दिन फास्टिंग करके तंत्र मंत्र किए। അവർ വീണ്ടും അവർ 3 ദിവസം കൂടി എല്ലാവരും കൂടി എനിക്കെതിരെ മന്ത്രവാദം ചെയ്തു. जैसे कि लोगों को पूजा तंत्र मंत्र करके मारते थे, वैसे ही मुझे मारने के लिए तंत्र मंत्र 3 दिन फास्टिंग के साथ किए। മന്ത്രവാദം ചെയ്ത ആൾക്കാരെ കൊല്ലുന്നത് പോലെ എനിക്കെതിരെ അവർ 3 ദിവസം ഉപവാസം എടുത്ത് മന്ത്രവാദം ചെയ്തു എന്നെ കൊല്ലുവാൻ. और वो लोग 3 दिन के बाद मेरे डेड बॉडी को देखने के लिए आए। 3 ദിവസം കഴിഞ്ഞ് എന്റെ ശരീരം കാണാൻ വേണ്ടി, ഡെഡ് ബോഡി മരിച്ച ശരീരം കാണാൻ വേണ്ടി വന്നപ്പോ जिस रीति से हम लोगों को मारने के लिए जो तंत्र मंत्र करते हैं, ये तो सफल हो गया है हमारा पूजा, जरूर मंगलू मर गया होगा, उसका डेड बॉडी को हम देखने जाएंगे। അതായത് 3 ദിവസം മന്ത്രവാദം കഴിഞ്ഞപ്പോൾ അവിടെ അകത്ത് അത് വിശ്വാസമായിരുന്നു, ഈ മന്ത്രവാദത്തിനകത്ത് ആ വ്യക്തി മരിച്ചിട്ടുണ്ടാകും. അങ്ങനെ ആ വിശ്വാസത്താൽ ബോഡി കാണാൻ വേണ്ടിയാണ് ഇവരെല്ലാം കടന്നു വന്നത്. वो लोग मेरे घर को आए और मुझे देखे और बोले कि तू जीवित हो, ये करके हमें अब विश्वास नहीं हो रहा है कि तू आज जिंदा है। ഇദ്ദേഹം അവർ കടന്നു വന്നപ്പോൾ ഈ മംഗളൂവിനെ താൻ കണ്ടപ്പോൾ അവർ പറയാണ്, നീ എങ്ങനെ ജീവനോട് ഇരിക്കുന്നത്? ഞങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നില്ല, കാരണം നീ ഇവിടെ ജീവനോട് ഇരിക്കുന്നത് അത്ഭുത കാര്യമാണെന്ന് പറയാനിടയായി. क्योंकि हम तुझे मारने के लिए बहुत सारे जादू टोना किए थे, तंत्र मंत्र किए थे, 3 दिन उपवास रख के किए थे। 3 ദിവസം ഞങ്ങൾ ഉപവാസം ചെയ്തിരുന്നു, നിന്നെ കൊല്ലുവാൻ വേണ്ടി മന്ത്രവാദം ചെയ്ത് എന്നിട്ടാണ് ഞങ്ങൾ വന്നത് എന്ന് वो പറയാനിടയായി. लोग आश्चर्य हो गए। അവർക്ക് അത്ഭുതമായി തീർന്നത്. मैं बोला मेरा यीशु मुझे बचाए। ഞാൻ പറഞ്ഞു, എന്റെ യേശുവാണ് എന്നെ വിടുവിച്ചത്. अगर यीशु मुझे बचाएंगे तो कोई भी मुझे, दुनिया का कोई भी मुझे नहीं मार सकता। അങ്ങനെ യേശുവാണ് എന്നെ വിടുവിച്ചതെങ്കിൽ ഈ ലോകത്തിലെ ആർക്കും എന്നെ കൊല്ലുവാൻ കഴിയത്തില്ല. और जितने पुजारी मेरे विरुद्ध गए थे लोग, जादू टोना करने वाले लोग, बहुत सारे आज 50% पुजारी लोग मर गए। എനിക്കെതിരെ മന്ത്രവാദം ചെയ്ത, എന്നെ കൊല്ലുവാൻ വേണ്ടി വന്ന ആ മന്ത്രവാദികൾ 50% ഇന്ന് ഭൂമിയിൽ ജീവനോടെ ഇല്ല. और जो आधा पुजारी हैं, जो है 50% हैं, वो लोग यीशु मसीह को स्वीकार किए। ബാക്കിയുള്ള എനിക്കെതിരെ മന്ത്രവാദം ചെയ്ത പൂജാരിയിൽ ബാക്കിയുള്ളവർ യേശുവിൽ വിശ്വസിച്ച് അവരുടെ മനസ്സ് कुछ മാറ്റപ്പെടുവാനിടയായി. पुजारी प्रभु में आए അങ്ങനെ ഒരു പൂജാരി യേശുവിൽ വന്നപ്പോൾ और कुछ पुजारी अभी भी विश्वास में हैं। മറ്റു പൂജാരികളും വിശ്വാസത്തിലാണ്. आज खुल्ला उन लोगों को मैं सुसमाचार देता हूँ, ഞാൻ അവിടെ എല്ലാം ചെന്ന് ഇപ്പോൾ യേശുവിനെ കുറിച്ച് प्रभु പറയാറുണ്ട്, के वचन को बांटता हूँ। സുവിശേഷം പങ്കുവെക്കാറുണ്ട്. वो लोग प्रार्थना में हैं। അവരിപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. गांव में सताने वाले लोग आ गए, ഗ്രാമത്തിൽ ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ആൾക്കാർ കടന്നു വന്നു, मारने आए मेरे को, എന്നെ കൊല്ലുവാൻ കടന്നു വന്നു, पिटाई किए, എന്നെ അടിച്ചു. बहुत बार आके घर को जलाने के लिए प्लानिंग പല की। പ്രാവശ്യം വന്നിച്ച് കുടുംബത്തെ വീടിന് തീ വെക്കാൻ ശ്രമിച്ചു. उसी समय मैं फास्टिंग करके प्रभु को पूछा, प्रभु से मांगा कि ഞാൻ प्रभु, ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവത്തോട് ചോദിച്ചു, ये लोग जो करते हैं ये लोगों को पता नहीं है, ഈ ആൾക്കാർ ചെയ്യുന്നത് അവർക്കറിയാതെയാണ്, ये लोगों को आप बचाइए। ഈ ജനം അറിയാതെയാണ് ഞങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നത്, ഇവരെ നീ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനിടയായി. हमारे गांव में एक बड़ा व्यक्ति है ഞങ്ങളുടെ ഗ്രാമത്തിൽ വലിയ ആളുണ്ട്. जो बोला कि मंगलू को मार दो അദ്ദേഹം പറഞ്ഞു മംഗളുവിനെ കൊല്ലണമെന്ന്. और तुमको अरेस्ट करके लेंगे पुलिस, നിന്നെ അറസ്റ്റ് ചെയ്തിട്ട് പോകും जेल പോലീസുകാർ, जाओगे, നീ ജയിലിൽ പോകും, मैं पैसा देगा ഞാൻ പൈസ കൊടുത്ത് जेल से छुड़ाऊंगा। ഞാൻ നിന്നെ ജയിലിൽ നിന്ന് വിടുവിക്കും. लोगों को पैसा मिला मेरे को मारने के लिए, वो व्यक्ति किससे बताया? सताने वाले लोगों को, और एक बड़ा आदमी आके सताने वाले, आपको जेल में ले गया तो फिर छुड़ाने के लिए क्या करे? एक व्यक्ति है मारने के लिए मेरे को पैसा दिया है, मंगलू को मार दो, अगर भी आप पकड़ा गए ना हाँ, तो अरेस्ट होके जाओगे जेल, हाँ, उसी समय मैं तुमको छुड़ाऊंगा। हाँ, ऐसे उसके बोला। बाद मार देंगे. हाँ, ഓക്കെ. ജയിലിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് കൊണ്ടുപോയാൽ പോലും ഞങ്ങൾ അവിടുന്ന് പൈസ കൊടുത്തിന് ഇറക്കി നിന്നെ കൊന്നു കളയുമെന്നായിരുന്നു അദ്ദേഹം വെല്ലുവിളിച്ചത്. लेकिन वो मारने वाले लोगों एक्सीडेंट हो गए अचानक, ആ കൊല്ലാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആൾക്കാർ അവർക്ക് ആക്സിഡന്റ് ഉണ്ടായി. एक्सीडेंट हो गए और एक व्यक्ति का बहन को दुष्ट आत्मा ने पकड़ा, വേറൊരു വ്യക്തിയുടെ സഹോദരിക്ക് പിശാച് പിടിച്ചു. वो अपने जितने पुजारी लोगों को बुला के पूजा वगैरह किए, ഒത്തിരി ആൾക്കാർ ആ സഹോദരി വിടുവിക്കാൻ വേണ്ടി പൂജകളും മന്ത്രങ്ങളും ചെയ്തു. रात के 1 बजे से लेके 4 बजे तक कोशिश किया, രാത്രി लेकिन 1 മണി തൊട്ട് 4 മണി വരെ ശ്രമിച്ചു. उसी समय मुझे बुलाने लगे वो लोग। അവർക്ക് ആ 1 മണി തൊട്ട് 4 മണി വരെ ചെയ്തിട്ട് ഒന്നും സംഭവിച്ചില്ല. അതിനുശേഷം അവർ എന്നെ വിളിക്കാൻ വേണ്ടി കടന്നു വന്നു. जब पुजारी लोग थे वहाँ पर मैं गया, पुजारी लोग देखते थे कि कैसे आके हाँ। ये बचाता है इसको। അവര് ഇദ്ദേഹത്തെ വിളിച്ചു.
അതായത് ആ പൂജാരികളെല്ലാം അവിടെ ഉള്ളപ്പോൾ തന്നെയാണ് വിളിച്ചത്. കാരണം ഇവൻ വന്ന് എങ്ങനെയാണ് ഈ വ്യക്തിയെ വിടുവിക്കുന്നത് കാണാൻ വേണ്ടി നോക്കിയിരിക്കുന്നത്. जाके 5 मिनट प्रार्थना किया, 5 मिनट के अंदर वो लड़की को प्रभु छू लिया और चंगाई दिया। ഞാൻ അവിടെ ചെന്ന് 5 മിനിറ്റ് പ്രാർത്ഥിച്ചു. അതിനുള്ളിൽ തന്നെ കർത്താവ് ആ സഹോദരിയെ തൊടുകയും ആ സഹോദരി സൗഖ്യമായി തീരുകയും ചെയ്തു. ऐसे ही जितने सताने वाले लोग, गांव के लोग, मारने वाले लोगों को जीवन में बड़ा बड़ा मुसीबत आया, बीमार आया, किसी को शैतान पकड़ा और वो लोग अपने आप को बचाने के लिए बहुत जादू टोना किया लेकिन नहीं बचा पाए और मेरे पास आके प्रार्थना के लिए बोला। ഈ എന്നെ കൊല്ലുവാനും ഉപദ്രവിക്കാനും വന്നിരുന്ന അനേക ആൾക്കാരുടെ മേൽ പിശാച് വരുന്നു. ചിലർക്ക് രോഗികളായി തീരുന്നു, ഓരോരോ പ്രശ്നത്തിൽ പോകുന്നു. പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ മന്ത്രവാദം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാതെ വരുമ്പോൾ അവസാനം ഇവരെല്ലാം ഇദ്ദേഹത്തിന്റെ അടുക്കൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. दिन था कि मुझे प्रार्थना, मेरे घर में प्रार्थना नहीं करने देते थे, मेरे घर के चारों ओर आके विरोध करते थे। അവർ എന്നെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. പലപ്പോഴും വീടിന് ചുറ്റും വന്നേച്ച് അവരെന്നെ ഭീഷണിപ്പെടുത്തുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. लेकिन प्रभु उसे बदल के ऐसा एक दिन, ऐसा एक माहौल बना दिया कि सब लोग आके आज 24 घंटा कभी भी किसी हालत में भी हर रोज आके प्रार्थना के लिए बोल रहे हैं मेरे को। എന്നാൽ ഇപ്പോൾ ആ അന്തരീക്ഷം എല്ലാം മാറി. ഞങ്ങൾക്കെതിരെ നിന്നവരെല്ലാം അവരുടെ മനസ്സുകൾ മാറി രൂപാന്തരപ്പെട്ട് ഇപ്പോൾ എന്റെ അടുക്കൽ അവരെല്ലാം ഗ്രാമക്കാർ പ്രാർത്ഥിക്കാൻ വരാറുണ്ട്. आज खुलम खुला हमारे गांव में प्रार्थना चल रहा है। അവിടെ തുറന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾ പ്രാർത്ഥന നടത്തുന്നു. गांव नहीं, गांव के आसपास के बहुत सारे जगह में प्रार्थना चल रहा है। അവിടെ പലയിടങ്ങളിലും പ്രാർത്ഥനകൾ നടക്കുന്നു. प्रभु अद्भुत रीति से मुझे उसी सताने वाले लोगों से भी बचाया और उन लोगों को अपना परिचय दिया अपने अद्भुत काम के द्वारा। എനിക്ക് എന്നെ ഉപദ്രവിച്ചവരും ശല്യപ്പെടുത്തവരുടെ മുമ്പിൽ കർത്താവിനെ വിടുവിക്കുകയും അവിടെ മുമ്പിൽ സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട്. उसी समय पास्टर लोग मुझे बोले कि मंगलू, प्रभु ने तुझे कितनी अद्भुत रीति से बचाया है, तुझे बाइबल के लिए जाना होगा, सेवकाई करना होगा। സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് എന്റെ പാസ്റ്റർമാർ പറഞ്ഞു, നീ ബൈബിൾ സ്കൂളിൽ പോകണം, അതുപോലെ തന്നെ കർത്താവിന്റെ സേവകനായി തീരണമെന്ന്. पास्टर लोग मैं बोला, मेरा प्रभु जीवित है, मुझे बात करने वाला परमेश्वर, अगर उसकी इच्छा है मैं उसकी सेवकाई करूं तो जरूर मुझे प्रभु बताएंगे, जब बताएंगे तब मैं सेवकाई में जाऊंगा। അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നോട് സംസാരിക്കുന്നതിന്റെ ദൈവം എന്നോട് പറഞ്ഞ ഞാൻ നിശ്ചയമായിട്ടും അവന്റെ സേവകനായി അതേ ബൈബിൾ സ്കൂളിൽ ഞാൻ പോകാമെന്ന് പറയുന്നത്. और मैं 7 दिन फास्टिंग किया ഞാൻ 7 ദിവസം ഉപവാസം എടുത്തു. और फास्टिंग के दौरान परमेश्वर ने मुझे दर्शन दी। ആ 7 ദിവസത്തിന് ശേഷം ദൈവം എനിക്ക് ദർശനത്തെ തന്നു. मैं बहुत चिंता करता था, मम्मी पापा का एक बेटा हूँ, 4 बहन है, उसके शादी के बारे में, घर के बारे में सब चिंता करके मैं बैठा था कि मैं प्रभु कहाँ जाऊँ, इतना जॉब भी करना है, मुझे जाना है, परिवार के लिए कुछ करना है और इधर सेवकाई, आपकी मर्जी जो है मुझे बताइए। എനിക്ക് 4 സഹോദരിമാരുണ്ടായിരുന്നു. അവരുടെ വിവാഹം നടക്കണം, അമ്മയെപ്പനെ നോക്കണം. അപ്പൊ ഈ അവസരത്തിൽ ഞാൻ ജോലി ചെയ്യണം, പിന്നെ കർത്താവിന്റെ വചനം പഠിക്കാൻ എങ്ങനെ കടന്നു പോകും, ഞാൻ എങ്ങനെ എന്റെ കുടുംബത്തെ നോക്കുന്നൊരു ചിന്തയുണ്ടായിരുന്നു. उसी दिन मुझे याद है 2007 का नवंबर 11 तारीख को रात के 2 बजे दर्शन मुझे मिला। 2007 നവംബർ 11-ാം തീയതി രാത്രി 2 മണിക്ക് എനിക്കൊരു ദർശനമുണ്ടായി. जब प्रभु यीशु मसीह हमारे गांव को आए तब उनके साथ बहुत सारे स्वर्गदूतों के साथ प्रभु आए हमारे घर को। ഞാനിങ്ങനെ സ്വപ്നം കാണുകയാണ്, യേശു കർത്താവ് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരുന്നു, തന്റെ കൂടെ ഒത്തിരി ദൈവദൂതന്മാർ തന്റെ കൂടെ നിൽക്കുന്നു. स्वर्गदूत भर गए थे उस दिन। ഞങ്ങളുടെ ഗ്രാമത്തിൽ മുഴുവൻ ദൈവദൂതന്മാർ നിറഞ്ഞിരിക്കുന്ന കാഴ്ച उस दिन मैं घुटने पे आके प्रार्थना करता था। ഞാൻ മുട്ടുമടക്കുകയും പ്രാർത്ഥിപ്പാനിടയായി. उस दिन दर्शन देखा, प्रभु हमारे घर के दरवाजा को आके खटखटाए। അങ്ങനെ ഞാൻ കാണുന്നു, എന്റെ വീടിന്റെ വാതിൽ അതേ കർത്താവ് വന്ന് മുട്ടുന്നതായിട്ട്, വാതിൽ മുട്ടുന്നതായിട്ട് കാണുന്നു. मैं जब दरवाजा को खोला तो प्रभु यीशु मसीह अंदर गए। ഞാൻ വാതിൽ തുറന്നപ്പോൾ യേശു കർത്താവ് എന്റെ ഭവനത്തിലേക്ക് വന്നു. चरणों के नीचे मैं गिर गया और रो रोता था प्रभु यीशु मसीह को देख। തന്റെ പാദപീഠത്തിൽ ഞാൻ വീണ് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിപ്പാനിടയായി. प्रभु दोनों हाथ को पकड़ के मुझे बोला, चिंता मत करो, तुम्हारे द्वारा मैं बहुत सारे आश्चर्य कर्म करूंगा। ആ കർത്താവ് എന്നോട് പറഞ്ഞാട്ട് എനിക്ക് ഫീലായി. എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നിൽ കൂടെ വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് പറയാനിടയായി. वो दो शब्द से ही मैं समझ गया कि प्रभु की मर्जी है उसी की सेवा करने। എനിക്ക് 2 ശബ്ദത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിനിയോഗിക്കപ്പെട്ടവനാണ്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളവനാണ്, ഞാൻ എന്നെ സമർപ്പിക്കാനിടയായി. मेरी प्रार्थना की जवाब दिया, इसलिए मैं बहुत खुश हो गया उस दिन। ഞാൻ എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നു. അവർ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. प्रभु किचन पे ले गया, मेरे को किचन पे ले गए। എന്റെ കർത്താവ് എന്നെ കിച്ചണിലേക്ക് കൊണ്ടുപോയി. बैग में कुछ बंधा हुआ है, इसे मुझे प्रभु दिए कि ये पकड़ लो। ആ കിച്ചണിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ബാഗിനകത്ത് എന്തോ കെട്ടിയിരിക്കുകയായിരുന്നു. അതിന്റെ കൈ തന്നിട്ട് പറഞ്ഞു, ഇത് നീ പിടിക്കുക, ये तुम्हारे काम में आएगा। ഇത് നിന്റെ പ്രവൃത്തിക്ക് ആയിത്തീരുമെന്ന് പറയാനിടയായി. और मैं समझा कि ये प्रभु की गिफ्ट है, प्रभु की वरदान है जो मेरे को प्रभु ने दिया है। ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് എനിക്ക് തന്ന ദാനമാണ്, കർത്താവിന്റെ വരമാണ് എനിക്ക് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. प्रभु को मैं तुरंत धन्यवाद दिया। കർത്താവിന് ഞാൻ നന്ദി പറഞ്ഞു. सुबह होते ही
രാവിലെ ആയപ്പോൾ തന്നെ तुरंत मैं पासवान को मिलने गया। ഞാൻ പാസ്റ്ററെ കാണുവാൻ രാവിലെ തന്നെ പോയി. पास्टर रो रो के मेरे को समझाता था, 6 महीना समझाया कि सेवकाई में आओ, लेकिन उस समय मना किया था। लेकिन मैं खुद जाके मैं बोला कि पास्टर जी, प्रभु मुझे दर्शन दिए हैं, मैं अब बाइबल कॉलेज जाके प्रभु के काम करूंगा। 6 മാസമായിട്ട് ആ പാസ്റ്റർമാർ എന്നോട് ബൈസ്കൂളിൽ പോകണം അല്ലെങ്കിൽ കർത്താവിന്റെ വേല ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അത് കേൾക്കുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 6 മാസം ശേഷം ദൈവനോട് നേരിട്ട് സംസാരിച്ചു, ദൈവനോട് ഇടപെട്ടു. ഞാൻ തന്റെ അടുക്കൽ കടന്ന് ഓരോരൊക്കെ കണ്ണുനീരോടുകൂടി താൻ പറയാനിടയായി തീർന്നു, ഞാൻ ബൈസ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്നു, കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നു. पास्टर बहुत खुशी हो गए, പാസ്റ്റർ വളരെ സന്തോഷമായി തീർന്നു. एक बाइबल कॉलेज में ज्वाइन कर दिए। मैं बाइबल कॉलेज जाके मैं बाइबल ट्रेनिंग किया, അങ്ങനെ ഞാൻ ബൈസ്കൂളിൽ കടന്നുപോയി ബൈബിൾ ട്രെയിനിങ് ചെയ്തു. CTS और BTS किया। CTHും BTHും ചെയ്തു. उसके बाद मैं सेवकाई में ज्वाइन किया। അതിനുശേഷം ഞാൻ കർത്താവിന്റെ വേലയ്ക്കായി മാറ്റപ്പെട്ടു. प्रभु अपने वचन के मुताबिक, वायदा के मुताबिक, കർത്താവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ एक पहला आश्चर्य का एक मुर्दा को जिलाया। എന്റെ ജീവിതത്തിൽ ആദ്യത്തെ കാഴ്ച, ആദ്യത്തെ ആ അനുഭവം ഒരു മരിച്ച വ്യക്തിയെ ഉയർത്തെഴുന്നേൽപ്പിക്കാനിടയായി. जब एक गांव पे शादी हुआ था, उसी शादी में मैं गया था, उसी दिन एक लड़की का मौत हो गया। ഞാനൊരു ഗ്രാമത്തിൽ പോയപ്പോഴത്തേക്കും അവിടെ ഒരു വിവാഹത്തിനാണ് കടന്നുപോയത്. അവിടെ ഒരു പെൺകുട്ടിയുടെ മരണം സംഭവിച്ചു. हम जिस घर को गए थे, उसी घर का आदमी ने मेरे को बोला, ഞാൻ ഏത് വീട്ടിലാണ് പോയത്, ആ ഗ്രാമത്തിലെ ആൾ. वो सोचता था कि पुजारी बाल तो काट दिया है, लेकिन अभी भी तंत्र मंत्र का शक्ति उसमें है। ആ വ്യക്തി വിചാരിച്ചത് മുടി മുറിച്ചെങ്കിലും ആ തന്ത്രത്തിന്റെ മന്ത്രത്തിന്റെ ശക്തി ആ വ്യക്തിയിൽ ഇപ്പോഴും കാണുമെന്ന് വിചാരിച്ച് ആ വീടിന്റെ ഉടമസ്ഥന്റെ അടുക്കൽ और കടന്നു. बोला कि जाओ, हमारे पास में एक लड़के का मौत हो गया, अब जाके कुछ करो। എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി മരിച്ചു, ആ പെൺകുട്ടിക്ക് പോയി എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞ് അവര് അത് പൂജ ചെയ്യാന്നുള്ള രീതിയിലാണ് എന്നോട് പറയുന്നത്. उसी समय मेरी मम्मी बोली कि अभी तो पुजारी नहीं है, अभी प्रभु की यीशु की पुजारी है। എന്റെ മമ്മി പറഞ്ഞു, ഇപ്പോൾ അവൻ പൂജാരിയല്ല, യേശുവിന്റെ ദാസനാണെന്ന് പറയാനിടയായി. अगर आप चाहोगे तो ये जाके प्रार्थना करेगा, നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ ഇവൻ ചെന്ന് പ്രാർത്ഥിക്കുമെന്ന് അമ്മ പറയാനിടയായി. उसे बचाएगा। അവർ കർത്താവ് ആ പെൺകുട്ടി വിടുവിക്കുമെന്ന് പറഞ്ഞു. और उसी वो लोग के साथ मैं गया उसी घर को। അവരുടെ കൂടെ ഞാൻ ആ മരിച്ച ആ പെൺകുട്ടിയുടെ വീട്ടിൽ കടന്നുപോയി. 200 मीटर के अंदर है डिस्टेंस उसका। ആ കല്യാണ വീട്ടിൽ നിന്ന് 200 മീറ്റർ അടുത്തായിരുന്നു ആ വീടുണ്ടായിരുന്നത്. जंगल के बीच उसका गांव है। വനത്തിന്റെ ഉള്ളിലാണ്, ഇടയ്ക്കാണ് അവരുടെ ഗ്രാമം ഉണ്ടായിരുന്നത്. और 5 साल की लड़की थी, बच्ची थी, 5 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു. वो मर गई थी। അത് മരിച്ചു പോയിരുന്നു. कुछ जादू टोना करने वाले, पूजा वगैरह करने वाले लोग कुछ आके कुछ करके चले गए और बोले कि ये लड़की नहीं है, गुजर गई। മന്ത്രവാദം ചെയ്യുന്നവര് എന്തൊക്കെയോ വന്ന് പൂജ ചെയ്തിട്ട് പറഞ്ഞു, ഈ പെൺകുട്ടി മരിച്ചുപോയി, ഇനി വരത്തില്ല എന്ന് പറഞ്ഞു. मेरे सामने ही वो लोग जाते थे। ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഇവർ ഇറങ്ങിപ്പോന്നെ കാണുന്നത്. जब मैं देखा एक भयानक स्थिति है, ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു ഭയങ്കരമായ അനുഭവമായിരുന്നു. उसी दिन प्रभु मेरे साथ बातें की, ആ സമയത്ത് കർത്താവിനോട് സംസാരിച്ചു. प्रार्थना कर, मैं चंगाई दूंगा। നീ പ്രാർത്ഥിക്കുകയും ഞാൻ സൗഖ്യമാക്കാമെന്ന് उस പറഞ്ഞു. दिन एक गिलास के पानी लेके मैं प्रार्थना किया, ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. उसे दे दिया അതിന് കൊടുത്തു. और दे के मैं बोला कि इसे बच्ची को आप लोग पिला देना करके मैं निकल आया उसी समय। तो बच्चा तो मर चुका है. नहीं, मर चुका है, लेकिन मैं विश्वास के साथ बोला कि ये पानी इसको पिला देना, जैसे करके भी। ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് അപ്പനമ്മയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് കുഞ്ഞിനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. क्योंकि मुझे भी डर लगा कि ये तो मर चुकी है, एक अंदर एक विश्वास था कि प्रभु चंगाई करेंगे, लेकिन मुझे डर लगा, तो मैं बोला कि पानी को आप थोड़ा पिला देना, प्रभु का मर्जी है तो ये ठीक हो जाएगा करके मैं उसी जगह से निकल पड़ा। ഞാൻ അവിടെ വന്ന് എന്റെ അകത്ത് വിശ്വാസം ഉണ്ടായിരുന്ന കർത്താവ് വിടുവിക്കുമെന്ന്. പക്ഷെ അപ്പോൾ തന്നെ എന്റെ അകത്തൊരു ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് പ്രാർത്ഥിച്ചിട്ട് അപ്പനമ്മയെ കടുത്തിച്ച് പറഞ്ഞു, ഈ കുഞ്ഞിനെ കൊടുക്കണോ എന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. और वो आदमी के साथ में आया, ആ എന്നെ കൊണ്ടുപോയി വ്യക്തിയോട് ഞാൻ ഇറങ്ങിപ്പോന്നു. तब कुछ 100 मीटर दूरी आया, हम अंधकार था जंगल में। അവിടെ ഒരു വനത്തിൽ കൂടെ തന്നെ വരണം, ഒരു 100 മീറ്റർ വന്ന് കാണും. एक आवाज को मैं सुना, ഞാനൊരു ശബ്ദം കേട്ടു. मुझे बोले प्रभु कि तुझे उसी घर को जाना होगा। ഞാനിങ്ങനെ ശബ്ദം കേൾക്കുകയാണ്, നിനക്ക് ആ വീട്ടിൽ തിരിച്ചു പോകണം. मैं उसी लोग को मैं बोला, आप कुछ बोले क्या मेरे को? वो बोला नहीं, मैं तुझे कुछ नहीं बोला। ഞാൻ हाँ, मैं आते समय एक आवाज को मैं वो सुना सुना, हाँ। तो मैं वो लोग को पूछा कि तुम मुझे कुछ बोले क्या? तो ഒരു ശബ്ദം ഞാൻ കേട്ടു. അപ്പൊ കൂടെ നടന്ന വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞു? वो आदमी बोला नहीं, मैं तुझे कुछ അവര് नहीं പറഞ്ഞു, बोला। ഇല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല. और कुछ स्टेप आगे आया मैं, കുറച്ച് സ്റ്റെപ്പുകൾ മുമ്പോട്ട് വന്നപ്പോ दूसरे बार और एक आवाज को सुना, तुझे उसी घर को जाना है। വീണ്ടും ഞാൻ ശബ്ദം കേൾക്കുകയാണ്, ആ വീട്ടിലേക്ക് നീ വീണ്ടും പോകണമെന്ന്. और एक बार मैं पूछा, आप क्या बोले हैं क्या कुछ मेरे को? ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞോ? वो बोला कि नहीं नहीं, मैं कुछ नहीं बोला, तेरे को क्या हो गया? मैं कुछ नहीं बोला। ആ വ്യക്തി പറഞ്ഞില്ല, ഞാനൊന്നും പറഞ്ഞു, നിനക്ക് എന്ത് പറ്റി? ഞാനൊന്നും പറഞ്ഞില്ല. तीसरे बार മൂന്നാമത്തെ പ്രാവശ്യം प्रभु बोले कि तुझे जैसे कर, एक स्टेप आगे नहीं बढ़ना है, तुरंत जा उसी के घर को। വീണ്ടും മൂന്നാം പ്രാവശ്യം ശബ്ദം കേട്ടു, ഒരു സ്റ്റെപ്പ് കൊണ്ട് മുമ്പോട്ട് വെക്കരുത്, വീണ്ടും പെട്ടെന്ന് ആ വീട്ടിലേക്ക് കടന്നു പോകുക. तब मैं समझा ये प्रभु की आवाज। അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കർത്താവ് പറഞ്ഞ उसी കാര്യമാണ്. घर को मैं गया ഞാൻ ആ വീട്ടിലേക്ക് കടന്നു और പോയി. उसी रात
प्रभु बोला कि 4 दिन के लाजार को जीवित करने वाला, मुर्दा को जिंदा करने वाला, आज भी वही मैं हूँ, उसके लिए प्रार्थना कर। മരിച്ച് 4 ദിവസമായ ലാസറിനെ ഉയർപ്പിച്ചവൻ ഞാനാകുന്നു, നീ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. प्रभु की आवाज को सुन के मैं रो रो के प्रार्थना किया. കർത്താവിന്റെ ശബ്ദം കേട്ട് ഞാൻ കണ്ണീരോട് പ്രാർത്ഥിച്ചു. आधा घंटा के बाद അരമണിക്കൂർ കഴിഞ്ഞു वो बच्ची को जान आ गया. ആ കുഞ്ഞിന്റെ മേൽ വീണ്ടും ജീവൻ കടന്നു വരാനിടയായി. कितने लोग रोते थे और स्मशान को लेने के लिए तैयारी करते थे. सब लोग चौंक गए, आश्चर्य हो गए कि ये लड़की कैसी जिंदा हो गई. അവിടെയുള്ളവർ ഒത്തിരി പേർ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ കുഞ്ഞിനെ അടക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഈ കുഞ്ഞ് പെട്ടെന്ന് ജീവനിലേക്ക് വന്നപ്പോൾ അവരെല്ലാം ആശ്ചര്യപ്പെട്ട് ഓടി വരാനിടയായി തീർന്നു. ऐसे अद्भुत काम उसी दिन प्रभु किए. അങ്ങനെ ഒരു അത്ഭുത കാര്യം കർത്താവ് അവിടെ ചെയ്തു. लोग थे प्रभु यीशु मसीह को नहीं जानते थे, सभी लोग को सुसमाचार प्रचार किया उसी दिन कि यीशु जीवित है, यीशु असंभव. അവിടെ വന്ന ആൾക്കാരുടെ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം, യേശു വിടുവിക്കുന്നവനാണ്, രക്ഷിക്കുന്നവനാണ് എന്നുള്ള സുവിശേഷം പങ്കുവെക്കുവാൻ അന്ന് എന്നെ സഹായിച്ചു. यीशु मुझे बचाए, आज ही वही यीशु इस बच्ची को बचाए. എന്നെ വിടുവിച്ച ദൈവമാണ് ഈ കുഞ്ഞിനെ വിടുവിച്ചതെന്ന് പറയാനിടയായി. प्रभु के लिए सब कुछ है. കർത്താവിന് സകലവും സാധ്യമാണ്. वो लोग बहुत खुशी हो गए. आज उनमें से बहुत लोग आज ईसाई बन गए. അവിടെ അതിനകത്തുള്ള പല ആൾക്കാരും സന്തോഷിച്ചു. അങ്ങനെയാണ് അവർ മിക്കവരും അവർ യേശുവിൽ വിശ്വസിപ്പാനും ക്രിസ്തുവിന്റെ മാർഗം പിന്തുടർന്നവരുമായി തീർന്നു. ऐसे बहुत जगह में प्रभु अद्भुत काम करके അങ്ങനെ ഒത്തിരി ഇടങ്ങളിൽ ദൈവപ്രവൃത്തികൾ കാണുവാനിടയായി. अपने महिमा को प्रकट किया. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തി. आज करीब 400 बिलीवर्स हैं हमारा. ഞങ്ങൾ അവിടെ ഇപ്പോൾ ഏകദേശം 400 പേരുണ്ട്. 6 असिस्टेंट भाई लोग हैं मेरे साथ काम करते हैं. 6 അസിസ്റ്റന്റുമാർ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. हम जगह जगह में जाके सेवकाई कर रहे हैं. ഞങ്ങൾ പല ഇടങ്ങളിൽ കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യുന്നു. ऐसी बहुत और गवाही है मेरे जीवन में, അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. जो कि प्रभु मेरे जीवन में किए. കർത്താവ് എന്റെ ജീവിതത്തെ മാറ്റി എന്റെ ജീവിതത്തെ ചെയ്ത ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. थैंक यू पास्टर. और आपका परिवार है, बच्चा है ना? मैं शादीशुदा हूँ, 2 बच्चे हैं, मेरी लड़की है. आमेन. और अभी तीसरा यीशु है मेरे बीवी का. यीशु डेट है अगला महीना अप्रैल 14 को. 2 बच्चा है, तीसरा आने वाला है. हम प्रार्थना करें प्रवेश दास के लिए. और आजकल उनका नाम है जॉन पॉल, राइट? जॉन पॉल. ഓക്കെ. പ്രിയമുള്ളവരെ, ഈ സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ. മതം ആരെയും രക്ഷിക്കുന്നില്ല. പലപ്പോഴും പലരും മതത്തിന്റെ പുറകില്ല. പക്ഷെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദൈവമുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ഇനി ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുമുണ്ട്. എല്ലാവർക്കും ഏതെങ്കിലും ദൈവത്തിൽ വിശ്വസിപ്പാൻ അനുവാദമുണ്ട്. നിർബന്ധിച്ചിട്ടല്ല, അവിടെ സ്വന്തം ഇഷ്ടപ്രകാരം. എന്നാൽ സത്യദൈവം ആരാണ് എന്ന് അന്വേഷിക്കുന്ന ഒരു ഹൃദയമുണ്ടോ? ആ ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ് തന്നെ വെളിപ്പെടുത്തുക. തന്റെ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിലാണ് യേശു തന്നെ വെളിപ്പെടുത്തി കൊടുത്തത്. തന്റെ ലൈഫിനെ എങ്ങനെ അത് മാറ്റിയെന്നാണ് കേട്ടത്. ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനൊരു അന്വേഷണം നിങ്ങളുടെ അകത്തുമുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ ഏത് കുടുംബത്തിൽ ജീവിക്കുന്നോ ആ കുടുംബത്തിൽ ആ മതത്തിന്റെ വക്താവായിരിക്കും നിങ്ങൾ. ആ ചിന്തകളെല്ലാം മാറ്റിയിട്ട് വേറൊന്നും ചിന്തിക്കേണ്ട. സത്യദൈവം ആരാണ്? അത് യേശുവാണോ അതോ മറ്റേതെങ്കിലും പേരിലുള്ള ആൾക്കാരാണോ? അത് അവർ വെളിപ്പെടുത്തട്ടെ. നമുക്ക് പരാതികളില്ല. മറിച്ച് ജീവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ ദൈവം തന്നെ വെളിപ്പെടുത്തി താൻ സത്യദൈവമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തട്ടെ. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തെയും രൂപാന്തരപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.